തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ തൊഴിലാളിയെ കാണാതായിട്ട് 4 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. കോർപ്പറേഷന്റെ താൽക്കാലിക ജീവനക്കാരനായ മാരായമുട്ടം സ്വദേശിയായ 42-കാരനായ ജോയി എന്നയാളെയാണ് കാണാതായത്. ഏറെ വെല്ലുവിളി നിറഞ്ഞ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. നിലവിൽ സ്കൂബ ഡൈവിംഗിൽ പരിശീലനം നേടിയ ഫയർഫോഴ്സ് അംഗങ്ങളാണ് തെരച്ചിൽ നടത്തുന്നത്. ഇവർ 200 മീറ്ററോളം അകത്തേക്ക് പോയിട്ടും പുരോഗതി ഉണ്ടായിട്ടില്ല. മാലിന്യം നീക്കിയ ശേഷമാണ് മുങ്ങൽ വിദഗ്ധർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ട്രാക്കിനിടയിലെ മാൻഹോളിലും പരിശോധന നടത്താനുള്ള ശ്രമത്തിലാണ് സംഘം. മഴയിൽ ശക്തമായി വെള്ളം ഒഴുകിയെത്തിയപ്പോഴാണ് ജോയി ഒഴുകിപ്പോയതെന്ന് ഒപ്പമുണ്ടായിരുന്ന തൊഴിലാളികൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പുള്ളിക്കാരൻ ഇങ്ങനെ ഇറങ്ങി മഴ തുടങ്ങി. അപ്പം പിന്നെ നമ്മൾ മറ്റു 2 പണിക്കാരുണ്ട്, അവരെ ഇറക്കിയില്ല. പുള്ളിക്കാരൻ ഇറങ്ങിയിട്ട് കയറാൻ പറഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ അവിടെ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് വെള്ളം ഇപ്പം ഇവിടുത്തെ പാഴ്സൽ കൗണ്ടറിലെ ആൾക്കാരും പറഞ്ഞ് കയറിക്കോ, വെള്ളം കൂടുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പിന്നെ കുറച്ച് നേരം കേട്ടില്ല, പിന്നെയാണ് കയറിയതും ആ സൈഡായിരുന്നെങ്കിൽ കുഴപ്പമില്ല, ആഴമില്ല. ഈ സൈഡ് വെള്ളം കുഴിയായിരുന്നു. പുള്ളിക്കാരൻ കയറിയിട്ട് ഇങ്ങനെ പിടിച്ച് വരുമ്പോഴേക്കും വെള്ളം കുറച്ചുകൂടെ ശക്തമായിട്ടുണ്ട്. അപ്പോഴേക്കും അടിയിലോട്ട് പോയി. ഞാൻ കയറെടുത്തിട്ട് ഓടി അവിടെ ഇട്ട് കൊടുത്ത് കയറ്റാന്ന് പറഞ്ഞപ്പോഴേക്കും ഈ വെള്ളം ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വന്നു പുള്ളിക്കാരൻ. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫയർഫോഴ്സിനെ ഉടനെ വിളിച്ചു. അവരൊന്നും ഇവിടെയൊക്കെ നോക്കിയിട്ടൊന്നുമില്ല. കാരണം ഇതിന് അടിയിൽ കൂടെ അങ്ങാ പോകുന്നത് അപ്പുറത്ത്. അപ്പോഴേക്കും ഇവിടെ വേസ്റ്റ് ഒരുപാട് അടിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഏതായാലും പിന്നെ ഇപ്പോൾ ഇവിടെയാണ് തിരച്ചിൽ നടക്കുന്നത്. അവിടെ വരെ നമ്മൾ ക്ലീൻ ചെയ്ത് വിട്ടിട്ടുണ്ട്. അതേസമയം തോട്ടിലെ മാലിന്യം അടിയന്തരമായി നീക്കാനുള്ള ശ്രമം നടത്തുകയാണെന്ന് മേയർ ആര്യ രാജേന്ദ്രനും പ്രതികരിച്ചു. അടിയന്തരമായി ഈ വർക്ക് ഇവിടെ മാലിന്യം മാറ്റുന്ന വർക്കടക്കമാണ് ഇപ്പോൾ റെയിൽവേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് അടിയന്തരമായി മാറ്റുന്നതിന് പോലീസുമായി ആലോചിച്ചുകൊണ്ട്, അതുപോലെ ഫയർഫോഴ്സുമായി ആലോചിച്ചുകൊണ്ട് നഗരസഭ എന്നുള്ള നിലയിൽ ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ നമ്മൾ കൂടി ചെയ്യും. കളക്ടറുടെ യോഗത്തിനും അതുപോലെ തന്നെ കഴിഞ്ഞ തവണയൊക്കെ മഴയുണ്ടായ സമയത്തൊക്കെ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേക്ക് നോട്ടീസ് കൊടുക്കുകയും റെയിൽവേ കരാർ കൊടുത്തതനുസരിച്ചാണ് ഈ വർക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 5 ദിവസത്തിൽ മേലെയായി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ശരിക്കും വർക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്നില്ല എന്നാണ് ഞാനിവിടെ റെയിൽവേ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. എന്നിട്ടും ജീവനക്കാരിറങ്ങി എന്നുള്ളതാണ്. അതിന്റെ കാരണങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. റിനു ശ്രീധറുണ്ട് വിവരങ്ങളുമായി. ആമയിഴഞ്ചാൻ തോടിന്റെ പരിസരത്ത് നിന്ന് റിനു, ഏറെ ഞെട്ടിപ്പിക്കുന്ന, പേടിപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് നേരത്തെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തു വന്നത്. ഇപ്പോൾ 4 മണിക്കൂർ പിന്നിടുകയാണ്. റിനു, എന്തെങ്കിലും പ്രതീക്ഷയുടെ സൂചനകൾ ഉണ്ടോ അവിടെ? ബിനിൽ, ഏകദേശം 5 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു ഈ രക്ഷാദൗത്യം. പക്ഷേ ഇതുവരെയും ജോയി എവിടെയാണ്, അല്ലെങ്കിൽ ജോയിയെ കണ്ടെത്താനായില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. JCBയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ സ്കൂബ ഡൈവിംഗ് ടീം, അതുപോലെ തന്നെ കേരള പോലീസ്, നഗരസഭയുടെ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയാണ് രക്ഷാദൗത്യം ഏകോപിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ 5 മണിക്കൂർ പിന്നിടുന്നു. ഏകദേശം 4:15 കഴിയുന്നു. നല്ല മഴക്കാറുണ്ട്, ഇരുട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ലൈറ്റ് ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് രാത്രി രക്ഷാദൗത്യം സജ്ജീകരിക്കുന്നതിന്, ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിൽ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ സംഭവ സ്ഥലത്തുണ്ട്. മേയർ ഉൾപ്പെടെ സംഭവ സ്ഥലത്ത് എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ആദ്യഘട്ടം മുതൽ മേയർ ഉൾപ്പെടെ ഈ സംഭവ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആംബുലൻസ് അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾ, സ്കൂബ ഡൈവിംഗ് ടീം ഉൾപ്പെടെ ഈ ആമയിഴഞ്ചാൻ തോട്ടിനുള്ളിൽ നിന്ന് തന്നെ രക്ഷാദൗത്യം ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നഗരസഭയുടെ കൂടുതൽ വാഹനങ്ങൾ എത്തിച്ച് എത്രയും അധികം, അതായത് ഇരുട്ട് ആവുന്നതിന് മുമ്പ് തന്നെ ഈ മാലിന്യങ്ങൾ നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഏകദേശം രാവിലെ 11 മണിയോടുകൂടിയാണ് ജോയിയും മറ്റ് 2 പേരും ഈ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക്, ഇവർ റെയിൽവേയുടെ കരാർ ജീവനക്കാരാണ്, ഇവർ ഈ മാലിന്യങ്ങൾ മാറ്റുന്നതിന് വേണ്ടി റെയിൽവേയുടെ നിർദ്ദേശപ്രകാരം ഇറങ്ങിയത്. ഏകദേശം 4-5 ദിവസത്തോളമായി ഈ ഒരു വർക്ക് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മേയർ അടക്കം രാവിലെ പറഞ്ഞത്. പക്ഷേ ഇന്ന് അവർക്ക് ഈ വർക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവർ എന്തുകൊണ്ട് ഇവിടെ ഈ ഒരു ശുചീകരണ പ്രവർത്തനത്തിന് ഇറങ്ങി എന്നുള്ളത് പരിശോധിക്കുമെന്നാണ് മേയർ അടക്കം പറയുന്നത്. റെയിൽവേ അധികൃതരും അത്തരമൊരു കാര്യം തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ഒപ്പമുണ്ടായിരുന്നവർ കൃത്യമായി ജോയി ഒഴുകിപ്പോകുന്നത് കണ്ടു എന്നുള്ളതും പോലീസിനോട് മൊഴിയായി തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ജോയിയെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമം ജില്ലാ ഭരണകൂടത്തിൻ്റെ, നഗരസഭയുടെ, റെയിൽവേ അധികൃതരുടെ ഭാഗത്തു നിന്ന്, പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അത്രയും ഒരു ഇടപെടൽ ജീവനക്കാർ, നാട്ടുകാർ, അതുപോലെ തന്നെ പോലീസിൻ്റെ ഒക്കെ തന്നെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഏകദേശം 5 മണിക്കൂർ പിന്നിടുമ്പോഴും പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. റെയിൽവേയുടെ ടണൽ പോകുന്നത്, അതായത് ഈ ആമയിഴഞ്ചാൻ
അഞ്ചാൻ തോട്ടിൽ നിന്ന് ഒരു ടണലായിട്ടാണ് റെയിൽവേ പാളത്തിനടിയിലൂടെ അപ്പുറത്തേക്ക് കിഴക്കേക്കോട്ടയിലേക്ക് പോകുന്നത്. ഇതിനിടയിൽ മാൻഹോളുകളുണ്ട്, സ്ലാബുകൾ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ സ്ലാബുകൾ ഉൾപ്പെടെ ഇളക്കി അകത്ത് പരിശോധന നടത്തുന്ന ഒരു ഇടപെടലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെ കണ്ടെത്താനായില്ല എന്നുള്ളതുകൊണ്ട് ആ ഒരു ദൗത്യം ഉപേക്ഷിച്ചു. അതിനുശേഷം അദ്ദേഹത്തെ കാണാതായ പ്രദേശത്ത് നിന്നും തന്നെ മാലിന്യങ്ങൾ പൂർണ്ണമായി മാറ്റുന്നതിന് വേണ്ടിയാണ് ഏകദേശം 5ഓളം ലോറികളിലായി മാലിന്യം നിലവിൽ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഈ മാലിന്യങ്ങൾ ഇനിയും മാലിന്യങ്ങൾ ലോഡ് കണക്കിന് മാലിന്യങ്ങൾ നീക്കാനുണ്ട് എന്നുള്ളതാണ് വർഷാവർഷമായി നഗരസഭ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് റെയിൽവേയോട് ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യണം എന്നുള്ളത്. പക്ഷേ കൃത്യമായി തന്നെ റെയിൽവേ അധികൃതരുടെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു നടപടികളിലേക്ക് പോയില്ല എന്നുള്ളതാണ് നേരത്തെ മുൻ മേയറും അതുപോലെ തന്നെ നിലവിലെ MLA കൂടിയായിട്ടുള്ള VK പ്രശാന്ത് അടക്കം പറഞ്ഞു വെച്ചത്. പക്ഷേ ഒരു ഇടപെടലിലേക്ക് ഇപ്പോൾ പോയപ്പോൾ ഇങ്ങനെ ഒരു അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ജില്ലാ കളക്ടറും അതുപോലെ തന്നെ നഗരസഭ മേയറും റെയിൽവേ അധികൃതരുമായി മീറ്റിംഗ് കൂടുകയും നിലവിൽ ഇത്തരത്തിൽ മാലിന്യം നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയിലേക്ക് പോവുകയും ചെയ്തത്. പക്ഷേ ആ ഒരു 5 ദിവസമായ ആ ഒരു പ്രവർത്തനം ഇവിടെ ഏകോപിപ്പിച്ചിരുന്നു. ഇന്ന് ജോയിയും സംഘവും ഇറങ്ങുമ്പോഴാണ് പക്ഷേ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോയത്. മന്ത്രി V ശിവൻകുട്ടി ഉൾപ്പെടെ ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ എല്ലാ ഇടപെടലും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടെന്നാണ്. രക്ഷാദൗത്യത്തിൽ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ജോയി എങ്ങോട്ട് പോയി, ജോയിയെ കണ്ടെത്താനായില്ല എന്നുള്ളതാണ്. രാത്രിയും അതായത് കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. റിനു ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഒരു മനുഷ്യജീവൻ ആ മാലിന്യങ്ങൾക്കിടയിൽപ്പെട്ടിട്ട് 5 മണിക്കൂർ കഴിയുകയാണ്. നോക്കൂ, നഗരത്തിലെ നാം ഉൾപ്പെടുന്ന ആളുകളുടെ നഗരത്തിലെ മാലിന്യമാണ് അവിടെ ഉള്ളത്. ദൃശ്യങ്ങളിൽ തത്സമയം കാണുന്നത് മന്ത്രി V ശിവൻകുട്ടി, നഗരത്തിലെ MLA കൂടിയായിട്ടുള്ള മന്ത്രി V ശിവൻകുട്ടി അവിടേക്ക് എത്തിയിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ട്. ആ ടണലിൻ്റെ മുകൾ ഭാഗത്താണ് മന്ത്രി ഉള്ളത്. തൊട്ടടുത്ത് തന്നെ മേയർ ആര്യ രാജേന്ദ്രനെയും കാണാൻ സാധിക്കുന്നുണ്ട്. റിനു തുടരാം. റിനു, ഞാൻ ചോദിച്ചു വന്നത് നഗരത്തിൻ്റെ ഉൾപ്പെടെ മാലിന്യങ്ങളാണ്. ഈ വിധത്തിൽ കൃത്യമായ മാലിന്യ നീക്കം നടന്നിട്ടില്ല എന്നുള്ളത്, ഇത്രയധികം മാലിന്യങ്ങൾ കോരിയിട്ടും ഒരു ഭാഗം പോലും ക്ലിയർ ആയിട്ടില്ല എന്നത്, അവിടെ മാലിന്യ നീക്കം നടന്നിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ്. നഗരസഭ റെയിൽവേയാണ് പഴിക്കുന്നത്. റെയിൽവേയാണ് കരാർ കൊടുത്തതെന്ന് ജോയിയുടെ കൂടെ ഉണ്ടായിരുന്ന തൊഴിലാളിയും പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അറിയേണ്ടത് എത്രത്തോളം മാലിന്യം കൂടി നീക്കേണ്ടത് ഉണ്ട്. നോക്കൂ, ഏറ്റവും ദുഷ്കരമായിട്ടാണ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ അവിടെ പ്രവർത്തനം നടത്തുന്നത്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ആ മനുഷ്യർ തന്നെയാണ് ആ മണ്ണിൽ മാലിന്യവാഹിനിയായി ഒഴുകുന്ന ആ വെള്ളത്തിൽ നിന്നുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഉള്ളിലേക്ക് പോയാൽ ഓക്സിജന്റെ കുറവുണ്ട്, വെളിച്ചക്കുറവുണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇനി എത്രത്തോളം മാലിന്യം അവിടെ നിന്ന് മാറ്റാനുണ്ട് റിനു? ബിനിൽ ഏകദേശം 5 ലോഡോളം മാലിന്യങ്ങൾ മാറ്റി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനിയും അതിലധികം ഇരട്ടി മാലിന്യം ഈ ടണലിൽ കൂടി കിടപ്പുണ്ട്. പക്ഷേ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇടപെടലാണ് ഈ നഗരസഭയുടെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെ ആ ഒരു മാലിന്യം മാറ്റിയെങ്കിൽ മാത്രമേ ഒരു രക്ഷാദൗത്യം പൂർണ്ണതയിലേക്ക് എത്തൂ, അദ്ദേഹത്തെ ജോയിയെ കണ്ടെത്താൻ കഴിയൂ എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ തന്നെ നഗരസഭയും അതുപോലെ തന്നെ അധികൃതർ ഫയർഫോഴ്സ് അടക്കം പറഞ്ഞു വെച്ചത്. എന്തായാലും V ശിവൻകുട്ടി മന്ത്രി ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. രാവിലെ മുതൽക്ക് തന്നെ കളക്ടറും മേയറും ഉൾപ്പെടെയുള്ളവർ ഈ സംഭവ സ്ഥലത്ത് ഉണ്ട് എന്നുള്ളത്. എന്തായാലും V ശിവൻകുട്ടി ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം നല്ല നിലയിൽ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ 3 മണിക്കൂർ നേരം അശ്രാന്ത പരിശ്രമത്തിലാണ് ഫയർഫോഴ്സും നഗരസഭയും പോലീസിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ ഫയർഫോഴ്സിൻ്റെ ഓഫീസർമാർ പറഞ്ഞത് വളരെ അശ്രാന്ത പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള നിലയിലാണ് അവർ സൂചിപ്പിച്ചത്. നിലവിൽ ഈ മാലിന്യമായിരുന്നു വലിയ തോതിലൊരു തടസ്സമായത് ഇവർക്ക് ഈ രക്ഷാപ്രവർത്തനം. അങ്ങോട്ട് മാറില്ല ഞാൻ പറയാം. വെള്ളം കുറച്ചങ്ങോട്ട് മാറിക്കാം. മന്ത്രി V ശിവൻകുട്ടിയാണ് മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിനു ശ്രീധരാണ് അവിടുന്ന് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം 5 മണിക്കൂറായിരിക്കുന്നു ഈ മനുഷ്യനെ കാണാതായിട്ട്. ഏതാണ്ട് 3 മണിക്കൂറായി രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ആ 3 മണിക്കൂർ മുമ്പ് വന്നിട്ടുള്ള അഗ്നിരക്ഷാ സേനയുടെ ഉദ്യോഗസ്ഥർ തന്നെയാണ് ആ മലിനജലത്തിൽ ഇപ്പോഴും മാലിന്യങ്ങൾ മാറ്റിക്കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. പക്ഷേ ജോയി എവിടെയാണ് എന്ന് സംബന്ധിച്ച് ഇതുവരെ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. ഉള്ളിലേക്ക് ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ടണൽ
കണക്ട് ചെയ്യുന്നത് ഒരു മാൻഹോളിലേക്കാണ്. ആ മാൻഹോളിൽ ഉൾപ്പെടെ ഇറങ്ങിക്കൊണ്ട് പരിശോധന നടത്തിയെങ്കിലും ടൺ കണക്കിന്, അതായത് കൂടിക്കിടക്കുന്ന മാലിന്യങ്ങളാണ് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്നത്. എന്തായാലും ജോയിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തീവ്രമായി തന്നെ പുരോഗമിക്കുകയാണ്. സർക്കാരിൻ്റെ സംവിധാനങ്ങളെല്ലാം തന്നെ അവിടെ ആമയിഴഞ്ചാൻ തോടിൻ്റെ പരിസരത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. മന്ത്രിമാർ ഉൾപ്പെടെ എത്തുകയാണ്.